Surendranath Dasgupta, A History of Indian Philosophy, Indian Idealism, ഹിന്ദു മിസ്റ്റിസിസം തുടങ്ങിയ നിരവധി പ്രസിദ്ധങ്ങളായ രചനകൾ നടത്തിയ ചിന്തകനായ സുരേന്ദ്രനാഥ് ദാസ്ഗുപ്ത തൻ്റെ ഡോഗ്മാസ് ഇൻ ഇന്ത്യൻ ഫിലോസോഫിക്കൽ എസ്സേയ്സ് എന്ന പുസ്തകത്തിലെ ഡോഗ്മാസ് ഇൻ ഇന്ത്യൻ ഫിലോസഫി എന്ന അധ്യായത്തിൽ പറയുന്നത് ഇതാണ്: If one goes through the elaborate commentary literature of the different systems of Indian philosophy, one is astonished to notice how many of those philosophical and epistemological views which pass as productions of modern philosophy have already been worked out centuries ago by the thinkers of India. In the interests of comparative philosophy, it is indeed useful to bring out these anticipations of Western philosophy by Indian thought. ഈ തരത്തിൽ നാം പറയുന്ന ഭാരതീയ വിചാരം അങ്ങനെയൊന്നുണ്ടോ? പാശ്ചാത്യ വിചാരത്തിൽ നിന്നും ഭിന്നമായ വ്യത്യസ്തമായ ഭാരതീയ വിചാരമുണ്ടോ? ഈ ചോദ്യത്തിന് ഉണ്ട് എന്ന ഉറച്ച ഉത്തരമാണ് എ കെ രാമാനുജനും പ്രൊഫസർ ഹജിമെ നക്കാമുറയും നമുക്ക് തരുന്നത്. പ്രൊഫസർ ഹജിമെ നക്കാമുറ, അദ്ദേഹം ബൗദ്ധ സമ്പ്രദായത്തിൻ്റെ ആധികാരിക വക്താവായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വേയ്സ് ഓഫ് തിങ്കിങ് ഓഫ് ഈസ്റ്റേൺ പീപ്പിൾസ്, ഇന്ത്യ, ചൈന, ടിബറ്റ്, ജപ്പാൻ. 1964 എഴുതിയ ഈ പുസ്തകത്തിൽ പാശ്ചാത്യരുടേതിൽ നിന്ന് വിഭിന്നം ആണെന്ന്, ഭാരതീയ ചിന്ത വിഭിന്നമാണെന്ന് സമർത്ഥിക്കാൻ ഭാരതീയ ചിന്തയുടെ 14 തരം പ്രത്യേകതകളെ ഈ പ്രൊഫസർ നക്കാമുറ തൻ്റെ ഈ പുസ്തകത്തിൽ എണ്ണിപ്പറയുന്നുണ്ട്. രാമാനുജനാകട്ടെ പാശ്ചാത്യ തത്വചിന്ത സന്ദർഭനിരപേക്ഷതയിൽ ഊന്നുമ്പോൾ, അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്ന തത്വത്തിൽ ഊന്നുമ്പോൾ, ഭാരതീയ തത്വചിന്ത സന്ദർഭ സാപേക്ഷതയ്ക്ക്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്നെസ്സിന് പ്രാധാന്യം നൽകുന്നു എന്ന് തെളിയിക്കുന്നു. പ്രൊഫസർ എം ഡി ശ്രീനിവാസൻ, സെൻറ്റർ ഓഫ് പോളിസി സ്റ്റഡീസ്, ചെന്നൈ, അദ്ദേഹം ഇന്ത്യൻ അപ്രോച്ച് ടു ലോജിക്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ്, അൽഗോറിഥമിക് അപ്രോച്ച് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ്, പ്രൂഫ് ഇൻ ഇന്ത്യൻ മാത്തമാറ്റിക്സ് തുടങ്ങിയ അതിശ്രദ്ധേയങ്ങളായ ലേഖനങ്ങളിലൂടെ ഭാരതീയവും പാശ്ചാത്യവുമായ ഗണിതശാസ്ത്രങ്ങൾ തമ്മിൽ പോലും വ്യത്യാസങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്നു. ഭാരതീയ ഗണിതശാസ്ത്രം പാശ്ചാത്യ ഗണിതശാസ്ത്രത്തിൽ നിന്നും പല വ്യത്യസ്തതകളും പുലർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഭാരതീയ പാശ്ചാത്യ ഗണിതശാസ്ത്രം പ്രൊസീജിയറുകളിൽ, നേരത്തെ പറഞ്ഞ അൽഗോറിഥമിക് പ്രൊസീജിയറുകളിൽ, ചിട്ടയായ വിചാര പ്രക്രിയയിൽ ഊന്നൽ നൽകുമ്പോൾ പാശ്ചാത്യ ഗണിതശാസ്ത്രം പ്രൊപ്പൊസിഷൻസിൽ, ആക്സിയംസിൽ ആണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഈ തരത്തിൽ ഭാരതീയ ഗണിതശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹം മേൽപ്പറഞ്ഞ
പല പ്രബന്ധങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട്, സമർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഭാരതീയ ഗണിതജ്ഞർ അല്ലെങ്കിൽ ഭാരതീയ ചിന്തകർ സ്വീകരിച്ച വഴി അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം പറയുകയാണ്, ഇൻ യൂക്ലിഡ്സ് ജിയോമെട്രി propositions are derived from axioms with the help of logical rules which are accepted as true. In Panini's grammar, linguistic forms are derived from grammatical elements with the help of rules which were framed ad hoc, that is sutras. The word derived means demonstrated in the case of Euclidean geometry. It means generated in the case of Panini's grammar. നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്, ഉപപത്തി, നിഷ്പത്തി. അത് രണ്ടും ഈ തരത്തിലുള്ള തെളിവിനെയും ജനറേഷനെയും കുറിക്കുന്നതാണ്. The most striking feature of the long tradition of Indian mathematics, ശ്രീനിവാസൻ പറയുകയാണ്, is the efficacy with which complex mathematical problems were handled and solved. എന്ന് മാത്രമല്ല, കേവലം ഗണിതത്തിൽ ഒതുങ്ങി നിന്നില്ല ഈ തരത്തിലുള്ള സവിശേഷതയാർന്ന സമീപനം. അദ്ദേഹം പറയുകയാണ്, algorithmic approach is central not to mathematics alone but to all Indian disciplines. They are a collection of procedures and not a collection of propositions. ഇവിടെ ഒരു കാര്യം കൂടി നാം ഓർക്കേണ്ടതാണ്. സത്യത്തിൽ യുക്തിചിന്തയും ഗണിതവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. യുക്തിചിന്ത അത് ആശയതലത്തിലാണെങ്കിൽ ഗണിതമെന്ന് പറയുന്നത് അതേ യുക്തിചിന്തയുടെ അക്കങ്ങളുടെ തലത്തിലുള്ള ഒരു പ്രയോഗമാണ് എന്ന് കാണാൻ കഴിയും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1990 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ഭാരതീയ ന്യായശാസ്ത്രവും ആധുനിക ഗണിതവും. അതെഴുതിയ പ്രൊഫസർ മരുമകൻ രാജ, അദ്ദേഹം എങ്ങനെയാണ് ഭാരതീയ ന്യായശാസ്ത്ര ആശയങ്ങളെ ഗണിത ഭാഷയിൽ, ആധുനിക ഗണിതത്തിൻ്റെ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യുക്തിചിന്തയ്ക്ക് അക്കങ്ങളുടെ കൂട്ടൽ കുറയ്ക്കലുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഗണിത ഭാഷയിലേക്ക് യുക്തിചിന്തയെ മാറ്റുന്നത് എങ്ങനെ എന്ന് വിൽഖുർട്ട് എന്ന് പറഞ്ഞ ഒരു വിദേശ പണ്ഡിതൻ തൻ്റെ ബയേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദി ഫൺ വേ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഈ തരത്തിൽ പാശ്ചാത്യ വിചാരവും ഭാരതീയ വിചാരവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പാശ്ചാത്യ വിചാര പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായ ഭാരതീയ വിചാര പദ്ധതി, ആ പദ്ധതി സത്യത്തിൽ നമ്മുടെ ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തിലും, അതായത് എസ്തെറ്റിക്സിലും ഭരതമുനി മുതൽ അഭിനവഗുപ്തൻ വരെയുള്ള മനീഷികൾ വ്യക്തത വരുത്തിയ ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പാശ്ചാത്യരുടെ സൗന്ദര്യശാസ്ത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്
ഭാരതീയ സൗന്ദര്യശാസ്ത്രം. അതുപോലെ തന്നെ ഭാരതീയ വിചാരം അത് പാശ്ചാത്യ വിചാരത്തിൽ നിന്ന് തുലോം വ്യത്യസ്തമാണെന്ന് നേരത്തെ പറഞ്ഞ എൻ ദാസ്ഗുപ്ത തൻ്റെ ഫിലോസോഫിക്കൽ എസ്സൈസിലെ ഒരധ്യായമാണ് ഡോഗ്മാസ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, ആ ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ ഫിലോസഫി ആൻറ്റിസിപ്പേറ്റ്സ് മെനി പ്രോബ്ലംസ് ആൻഡ് ഡിസ്കഷൻസ് ഓഫ് യൂറോപ്യൻ ഫിലോസഫി, but in its history, structure, aims and ideals and concrete development as a whole, it widely differs from European philosophy. And it is exactly for this reason that I urge that Indian philosophy must first be faithfully interpreted. And it is only after it has been faithfully interpreted that an attempt at a constructive comparison or construction should be made. It is because Indian philosophy is not a European philosophy that the former cannot safely be reconstructed in the light of the latter. And it is only when a faithful exposition has revealed the real similarities that this can be compared. ഈ ആധുനിക കാലത്ത് വിദേശത്ത് പഠിപ്പിക്കുന്ന ഭാരതീയരായ 2 പണ്ഡിതന്മാരുടെ അനുഭവങ്ങൾ കൂടി ഇതിന് തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ പണ്ഡിതൻ അരിന്ദം ചക്രവർത്തി. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ഹവായിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് many years back in a large freshman's introduction to logic class at Montana State University as a zealous young visiting professor from India, I was asked to give a single lecture on Indian logic. ആ യുവാവായ അരിന്ദം ചക്രവർത്തി എന്ന വിസിറ്റിംഗ് പ്രൊഫസറോട് ആവശ്യപ്പെട്ടു എന്ത് ഇന്ത്യൻ ലോജിക്കിനെ കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം നടത്താൻ. On the first day, I gave a super abbreviated accessible account of the original Nyaya Buddhist argument paradigm and the features of a good and bad argument, introducing a handful of peculiarly Indian technical terms for the subject of the inference. അദ്ദേഹം ഭാരതീയമായിട്ടുള്ള ന്യായ ബൗദ്ധ ദർശനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ അവയെക്കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം അവിടെ നടത്തി. ഭാരതീയ ദർശനങ്ങളിലെ ഉദാഹരണങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ പ്രഭാഷണം. ഇത് കേട്ട സീനിയർ അമേരിക്കൻ പ്രൊഫസർ ഹു വാസ് co-teaching the elementary logic course with me commented that this was fascinating. അതിശയകരമായിരുന്നു താങ്കളുടെ പ്രസംഗം. But it did not sound logic as we understand it in the West. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പാശ്ചാത്യർ മനസ്സിലാക്കുന്ന യുക്തിചിന്താശാസ്ത്രം ലോജിക് ആയിട്ട് തോന്നിയില്ല താങ്കൾ അവതരിപ്പിച്ച ഭാരതീയ യുക്തിചിന്താ ശാസ്ത്രം. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും അഭ്യർത്ഥിച്ചു, അത് മറ്റൊരു തരത്തിൽ താങ്കൾ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന്. അതനുസരിച്ച് അരിന്ദം ചക്രവർത്തി പാശ്ചാത്യങ്ങളായിട്ടുള്ള ഇഡിയംസിൽ ഈ ഭാരതീയ തത്വചിന്തയെ, ഭാരതീയ ലോജിക്കിനെ, യുക്തിശാസ്ത്രത്തെ അവതരിപ്പിച്ചു. അപ്പോൾ ഈ പണ്ഡിതൻ പറയുകയാണ്, ബട്ട് ദിസ് ലോജിക് we already have in the West between Aristotle and Frank Russell. What is so Indian or different about it? അപ്പോൾ ഇതാണ് ഭാരതീയ സമീപനവും പാശ്ചാത്യ സമീപനവും തമ്മിലുള്ള വ്യത്യാസം. അതിന് മനോഹരമായ ഒരു തെളിവാണ് അരിന്ദം ചക്രവർത്തിയുടെ ഈ അനുഭവം. അദ്ദേഹത്തിൻ്റെ ദ സബ്ജക്റ്റ് ഈസ് ഫ്രീഡം, ഫിലോസഫി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മക്ഗിൽ യൂണിവേഴ്സിറ്റി മോൺട്രിയലിലെ ഫാക്കൽറ്റി ഓഫ് റിലീജിയസ് സ്റ്റഡീസ് അതിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയ അരവിന്ദ് ശർമ്മ, അദ്ദേഹം 1991 എ ഹിന്ദു പെർസ്പെക്റ്റീവ് ഓൺ ദ ഫിലോസഫി ഓഫ് റിലിജിയൻ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം, ഈ അരവിന്ദ് ശർമ്മ, അദ്ദേഹത്തിൻ്റെ അനുഭവം
വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായിട്ട് വിദ്യാർത്ഥിയായിട്ട് വിദേശത്ത് പഠിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്ന വിൽഫ്രഡ് കാൻറ്റ്വെൽ സ്മിത്ത് എന്ന പണ്ഡിതനോട് ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് അദ്ദേഹം പറയുകയാണ്. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കാരണം ക്ലാസ് കഴിഞ്ഞ് പ്രൊഫസർ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരു ചോദ്യശരം ഈ അരവിന്ദ് ശർമ്മ എഴുതി വിട്ടു. എന്തായിരുന്നു അരവിന്ദ് ശർമ്മയുടെ ചോദ്യം ആ പ്രൊഫസറോട്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിലിജിയൻ ആൻഡ് ഫിലോസഫി? ആ പണ്ഡിതനായ പ്രൊഫസർ സ്മിത്ത് അദ്ദേഹം ഈ ചോദ്യം കേട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ നടപ്പിൻ്റെ വേഗത കുറച്ചു. അതിനുശേഷം അദ്ദേഹം തിരിഞ്ഞ് ഈ ചോദ്യം ചോദിച്ച അരവിന്ദ് ശർമ്മയെ ഒന്ന് കണ്ണുകൊണ്ടൊഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ആർ യു ഫ്രം ഇന്ത്യ? നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വരുന്നത്? ഇദ്ദേഹം ഉത്തരം പറഞ്ഞു, അതെ, യെസ്. വളരെ സത്യസന്ധമായിട്ടും മാന്യമായിട്ടും പ്രൊഫസറോട് ഉത്തരം പറഞ്ഞു. അപ്പോൾ പ്രൊഫസർ പറയുകയാണ്, ഇൻ ദാറ്റ് കേസ്, അങ്ങനെയാണെങ്കിൽ നടന്നുകൊണ്ട് പറയുകയാണ് അദ്ദേഹം, ഫോർ യു ദർ ഈസ് നോ ഡിഫറൻസ്. നിങ്ങൾ ഇന്ത്യക്കാരനായതുകൊണ്ട് റിലിജനും ഫിലോസഫിയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്കില്ല. ഫോർ അസ്, പക്ഷെ ഞങ്ങൾക്കോ, അവർ ഫിലോസഫി കംസ് ഫ്രം ഗ്രീസ് ആൻഡ് അവർ റിലിജൻ കംസ് ഫ്രം പാലസ്റ്റൈൻ. നോക്കൂ, എത്ര റിവീലിംഗ് ആയിട്ടുള്ള ഉത്തരമായിരുന്നു ആ പ്രൊഫസറുടേത്. അപ്പോൾ ഈ സത്യം നാം മനസ്സിലാക്കിയാൽ പാശ്ചാത്യ വിചാരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന അനേകം സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ ഭാരതീയ വിചാരം എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ സവിശേഷമായ ശാസ്ത്രീയ ചിന്തയുടെ ഈറ്റില്ലം അത് സത്യത്തിൽ ലോകമെമ്പാടും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് നമ്മുടെ ഭാരതമായിരുന്നു എന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, പ്രാചീന ശിലായുഗം തൊട്ട് നേരത്തെ നമ്മൾ കണ്ടു, നമ്മുടെ സ്വത്വം കൈവിടാതെ അഭംഗുരം നിലനിൽക്കുന്ന ഒരേ ഒരു സമൂഹം അത് നമ്മുടേതാണ്. ഈ സമൂഹത്തിന് ചിന്തിക്കാൻ അറിയില്ല, ഈ സമൂഹത്തിന് യുക്തിചിന്ത അറിയില്ല എന്ന ധാരണ പല പാശ്ചാത്യ പണ്ഡിതന്മാരും വെച്ചു പുലർത്തിയിരുന്നു. അതിനൊരു ഉദാഹരണം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലെ 15ാമത്തെ എഡിഷനിൽ 1973 15ാമത്തെ എഡിഷൻ സെസ്ലോ ലെജേവ്സ്കി അദ്ദേഹം ഹിസ്റ്ററി ഓഫ് ലോജിക് എന്ന ഭാഗത്ത് ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കമ്പയർഡ് വിത്ത് ദ ലോജിക് ഓഫ് ദി ഏൻഷ്യൻ്റ് ഗ്രീക്സ്, ഇന്ത്യൻ ലോജിക് ഈസ് നോട്ട് വെരി ഇംപ്രസീവ്. The development of Indian logic was severely handicapped by the failure of its logicians to make use of variables. As a result, no logical principles could be stated directly. Finally, in Indian thought, logical topics were not always separated from metaphysical and epistemological topics on the nature of being and knowledge respectively. Both in the West and the East, the origin of logic is associated with an interest in the grammar of language and the methodology of argument and discussion, be it in the context of law, religion, or philosophy. More is needed, however, for the development of logic. It appears that logic can thrive only in a culture that upholds the conviction that controversies should be settled by the force of reason rather than by the orthodoxy of a dogma or the tradition of a prejudice. This is why logic has made much greater progress in the West than in the East. ഇതാണ് ആ പണ്ഡിതൻ്റെ അഭിപ്രായം. ഇതാണ് ഭാരതീയ ചിന്താശാസ്ത്രത്തെക്കുറിച്ച്, വിചാരശാസ്ത്രത്തെക്കുറിച്ച്, യുക്തിശാസ്ത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം.